ഇപ്പോൾ ശബരിമല പ്രക്ഷോഭ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ NSSന് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നത് RSSും BJPയും പിന്നെ VHP ഒക്കെ ആയിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജയിലിൽ പോയത്. ഒരുപാട് അടിയൊക്കെ ഏറ്റ്, പോലീസിൻ്റെ അടിയൊക്കെ ഏറ്റ് കഷ്ടപ്പെട്ട് ഒരുപാട് നരകിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ എന്താണ് അവസ്ഥ? അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. കാരണം അടി കൊണ്ടതും കഷ്ടപ്പെട്ടതും സമരത്തിനിറങ്ങിയതെല്ലാം BJP പ്രവർത്തകരും RSSകാരൊക്കെയാണ്. പക്ഷേ അവസാനം വോട്ട് കോൺഗ്രസ് കൊണ്ടുപോയി എന്നുള്ളതാണ്. പല NSSൻ്റെ കേന്ദ്രങ്ങളിൽ NSSന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ കോൺഗ്രസ് വിജയിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുൻതൂക്കം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ ഒരു വലിയ വിജയത്തിൽ NSSന് ഒരു നിർണായക റോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ BJP നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും BJPക്ക് ഈ ഒരു നിലപാട് തിരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹിന്ദുക്കളെ സ്വന്തം നിലയിൽ സംഘടിപ്പിക്കാൻ BJPക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു വളർച്ച സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ല. കാരണം രണ്ട് സംഘടനകളും SNDP ആണെങ്കിലും NSS ആണെങ്കിലും ഹിന്ദു വിരുദ്ധർക്കൊപ്പമാണ് നിൽക്കുന്നത്. അത് ആ കാര്യം വ്യക്തമായ കാര്യം തന്നെയാണ്.